ജിപ്സിയുടെ ECTMS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു ഇന്ററാക്റ്റീവ് സെയിൽസ് ഡാഷ്ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതായത് വേറൊന്നുമല്ല, നമുക്കൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്മാന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്ര ഒരു ഐറ്റത്തിന്റെ യൂണിറ്റ് അവർ എത്ര വിറ്റു എന്നുള്ളതൊക്കെ കാണിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. പിവറ്റ് ടേബിൾ വന്നു കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ പുതിയൊരു വർക്ക്ഷീറ്റിലോട്ടാണ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ഡാറ്റകൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സെയിൽസ്മാന്റെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും സെയിൽസ്മാന്റെ പേര് നമ്മളിവിടെ എടുക്കുന്നില്ല. നമ്മൾ ഐറ്റംസ് ആണ് എടുക്കുന്നത്. ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വിൽക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. സെൽഫോൺ, ഡെസ്ക്, ഹോം തിയേറ്റർ, ടെലിവിഷൻ, വീഡിയോ ഗെയിംസ് ആണ്. ഇതിൽ എത്ര യൂണിറ്റ് ആണ് ഓരോ ആൾക്കാർ വിറ്റു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനിങ്ങനത്തെ ഒരു നമുക്ക് സംഭവം വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് ഇവിടെ പിവോട്ട് ടേബിൾ അനാലിസിസിൽ പോയി കഴിഞ്ഞപ്പോൾ പിവോട്ട് ചാർട്ട് എന്നുള്ള സംഭവം കാണാൻ പറ്റും അല്ലെ. ഈ പിവോട്ട് ചാർട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പലതും സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണം നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ എടുക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ്. ഇതിൽ നമുക്ക് എടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് വരും. ടോട്ടൽ യൂണിറ്റ് വിറ്റ് കാണാൻ പറ്റും. സെൽഫോൺ എത്രയാണെന്നുള്ളത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ എത്രയാണ് വിറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സെയിൽസ്മാൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആള് ഇവിടെ 95 യൂണിറ്റ് വിറ്റിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അലക്സാണ്ടറിന്റെ പേര് ഇവിടെ കാണാൻ പറ്റും. ഹോം തിയേറ്റർ 60 വിറ്റിട്ടുണ്ട്. അങ്ങനെ പലതും കാണാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇന്ററാക്റ്റീവ് ആയിട്ട് മാറ്റാൻ പോകുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇത് വെക്കുന്നു നമ്മൾ. ഇനി ഇതിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പിവോട്ട് ടേബിളിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ പിവോട്ട് ടേബിൾ അനാലിസിസ് എന്ന് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ വന്ന സംഭവമാണ് ഇൻസേർട്ട് സ്ലൈസർ എന്നുള്ളത്. ഓക്കെ, ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇൻസേർട്ട് സ്ലൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് സ്ലൈസറിൽ വെക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ്മാൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ സെയിൽസ്മാന്റെ പേര് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സെയിൽസ്മാന്റെ പേരും അലക്സാണ്ടർ, ഡേവിഡ്, ഡയാന, ജോൺ, കാരൻ, ലൂയിസ്, മെർക്കൽ, എല്ലാ ആൾക്കാരെയും കാണാം. ഈ സെയിൽസ് ഡാറ്റയിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ അവർ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നീട്ടി കഴിഞ്ഞാൽ ഒന്നതാക്കുക. നമുക്കിത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് നമുക്ക് വെക്കാം. വെച്ച് ഞാൻ ഒരു ഓർഡർ ആക്കാൻ പോവാണ്. വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ പക്ഷെ നമുക്ക് അവിടെ ഒരാളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലൈസർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ കോളം കണ്ടോ, കോളം 1 ഞാനിതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. കൂട്ടിക്കഴിഞ്ഞാൽ 4 എന്നുള്ള കോളത്തിലോട്ട് ആക്കി കഴിഞ്ഞാൽ അതായത് 4 സെറ്റ് ആൾക്കാർ നമുക്ക് ഇതിനോട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ താഴത്തോട്ട് ഇറക്കുകയാണ്. സം ഓഫ് യൂണിറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ പേരൊക്കെ മാറ്റാം. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിന്റെ യൂണിറ്റ് ആണ്, ഐറ്റംസ് കൊടുക്കാം. ഐറ്റംസ് ആണ് നമ്മൾ വിറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്ലാങ്ക് വരുന്നുണ്ട്. ബ്ലാങ്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഒഴിവാക്കാം. നമുക്കിവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലിപ്പോ കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാരെ വെച്ച് ഇപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്, ഇപ്പൊ മൊത്തത്തിലെ കാണാം. നമുക്ക് അലക്സാണ്ടറിനെ മാത്രം അറിയണം. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലക്സാണ്ടറിനെ മാത്രം ഡാറ്റ നമുക്ക് ഇവിടെ വരും. സെൽഫോൺ അലക്സാണ്ടർ എത്ര വിറ്റു എന്നുള്ള കാര്യങ്ങൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലേബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്പേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും വിചാരിക്കുന്നത്. എന്റെ വേറെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു പിവോട്ട് ചാർട്ടിൻ്റെ ഉള്ള എങ്ങനെ കറക്ഷൻ ഒക്കെ ആക്കണം എന്നുള്ളത്. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഫോർമാറ്റ് ചെയ്യാം. പല പല കളറുകളിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇതുകൊണ്ട് ഞാൻ ഒരു കളർ വെക്കുന്നത് മാത്രം. ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് സ്റ്റീവന്റെ ആണെങ്കിൽ സ്റ്റീവനെ ക്ലിക്ക് ചെയ്യുക. സ്റ്റീവന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീവന്റെ ഡാറ്റ, സ്റ്റീവൻ ഹോം തിയേറ്ററും ടെലിവിഷനും മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെയും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷെല്ലി എത്ര ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷെല്ലി 3 സംഭവങ്ങൾ മാത്രമേ വിറ്റുള്ളൂ. ഡെസ്ക് 5 എണ്ണം, ഹോം തിയേറ്റർ 5 138 എണ്ണം. അപ്പോൾ ഇതിലിപ്പോ നമുക്ക് കാണുമ്പോൾ ഒരാൾക്കാർക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഇത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ ഇത് എങ്ങനെ ഡാറ്റ എടുക്കുന്നത് എന്നുള്ളത്. അതേപോലെ നമുക്ക് ഫിൽറ്റർ നമുക്ക് ഇവിടെ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാതും കാണാൻ പറ്റും. ഒന്നിച്ചിട്ടുള്ളതാണ്. ഫിൽറ്റർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും കാണാം. ഇപ്പൊ ലൂയിസിന്റെ മാത്രമാണ് ഇവിടെ ഓട്ടോമാറ്റിക് ഫിൽറ്ററിന്റെ സാധനം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് അതേപോലെ തന്നെ പല രീതിയിൽ നമുക്ക് മാറ്റാം. ഇത് തന്നെ സ്ലൈസറിന്റെ ഇത് കണ്ട് ഇവിടെ പല ഫോർമാറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതൊക്കെ ക്ലിക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കളർ ഒരാളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാത്രമായിട്ട് ഇവിടെ വരുന്നു, ഹൈലൈറ്റ് ആയി വരുന്നു. അങ്ങനെ പല പല രീതികളിൽ നമുക്കത് മാറ്റാം കംപ്ലീറ്റ് ആയിട്ട്. ഇത് നമുക്കൊരു പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്.
ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.